ചെറുപയർ പരിപ്പ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് വരണം കേട്ടോ. ഇതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് ബിരിയാണി അരിയും കൂടെ കഴുകിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി അരി ഏതായാലും കുഴപ്പമില്ല കേട്ടോ, കായമരി ആയാലും ജോക്കർ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ജോക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പൊ നമ്മുടെ കുക്കർ ഓഫ് ആക്കിയിട്ടിട്ട് ഇപ്പൊ കുറച്ച് നേരമായിട്ടോ. അപ്പൊ കംപ്ലീറ്റ് ആവി പോയതിനു ശേഷമാണ് ഇപ്പൊ ഞാനിത് തുറന്നു നോക്കുന്നത്. പരിപ്പും അരിയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പൊ വേവ് കുറഞ്ഞു പോകരുത്, വേവ് കൂടി പോയാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഉടഞ്ഞതൊക്കെ കട്ടയായിട്ട് നിൽക്കും. അപ്പൊ ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ശർക്കര പാനിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ടുള്ള പാലാണ് കേട്ടോ ഇത്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഇനി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ നമുക്കിനി ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാനുണ്ട്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പൊ അത് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിലുള്ള കട്ടിയിലാക്കി എടുക്കണം കേട്ടോ. ഇത് തിളപ്പിച്ച് കുറുക്കിയിട്ട് അങ്ങനെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും മതി കേട്ടോ. ഇതിപ്പോ കുറച്ചൊരു കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല കേട്ടോ. തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പൊ ജസ്റ്റ് ഒന്നെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ശർക്കര പായസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ശർക്കര പായസമാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.